പുറത്തിറക്കിയ അക്കാദമിയുടെ ഒരു പുതിയ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഡിസംബർ 1 കേരള PSC പുറത്തിറക്കിയ ഓർഡർ പ്രകാരം സോയിൽ കൺസർവേഷൻ ആൻഡ് സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി ഒരു സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന തസ്തികയിലേക്ക് നിയമനം നടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഈ ഡിസംബർ മാസത്തിൽ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ഡിഗ്രിയാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മുൻപ് സമയത്ത് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു അഗ്രി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തസ്തിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുവെയുള്ള കേരള PSCയുടെ ഒരു രീതി അനുസരിച്ച് നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന് 6 മാസത്തിനകമാണ് ഈ ഒരു എക്സാം, ഏതൊരു എക്സാം ആണെങ്കിലും നടക്കാറുള്ളത് പുതിയൊരു ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട്. അപ്പോ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ ഏകദേശം ജൂൺ ജൂലൈ 2026 ജൂൺ ജൂലൈ സമയത്ത് നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു 6 മാസം സമയം കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും ഇത്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് മേജർ ആയിട്ട് വരുന്നത്. ഇതൊരു മുൻപ് ഇറങ്ങിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഒരു അനലൈസിസ് ആണിത്. നമുക്ക് ഹൈ പ്രയോറിറ്റി മൊഡ്യൂൾസും ഉണ്ട്, ഫൗണ്ടേഷൻ മൊഡ്യൂൾസും ഉണ്ട്. ഹൈ പ്രയോറിറ്റി മൊഡ്യൂൾസിൽ മെയിൻ ആയിട്ടും വരുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ, ഏകദേശം 30 മാർക്കിനാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ സോയിൽ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓൾമോസ്റ്റ് 20 മാർക്സിന്. പിന്നെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് കൺട്രോൾ, നമ്മുടെ IPDM, അത് 20 മാർക്സിന് ഏകദേശം ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫൗണ്ടേഷൻ മൊഡ്യൂൾസിന്റെ കേസിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ, അഗ്രോണമി മെയിൻ ആയിട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സ്റ്റൻഷനും എക്കണോമിക്സും അതിൽ നിന്ന് ഏകദേശം ഒരു 15 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളിവിടെ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് പെത്തോളജി, മൊഡ്യൂൾ 3 ക്രോപ്പ് പ്രൊട്ടക്ഷൻ, അതിൽ തന്നെ പ്ലാന്റ് പെത്തോളജിയാണ് നമ്മൾ മേജർ ആയിട്ടും നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒരു ഏകദേശം ഈ ഒരു ടോപ്പിക്കിനകത്ത്, പ്ലാന്റ് പെത്തോളജി എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു 2 വർഷത്തെ, മെയിനായിട്ടും 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്തുള്ളൊരു പാറ്റേൺ ചേഞ്ച് നമുക്ക് ഇതിനകത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ നമുക്ക് സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിനായിട്ടും, സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ അതിന് 1 വേർഡ് ആൻസർ, ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിയുന്നവർക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും റീസെന്റ് വന്ന എക്സാമുകളെല്ലാം നമുക്ക് പരിശോധിച്ച് അറിയാൻ പറ്റും. നമ്മുടെ ഫാം അസിസ്റ്റന്റ് ആയിക്കോട്ടെ, നമ്മുടെ AOന്റെ എക്സാം ഈ അടുത്ത് കഴിഞ്ഞത്, ഇതിനകത്തെല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ PSCയുടെ പാറ്റേൺ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ സബ്ജക്റ്റിലും നമുക്ക് എവിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തറവായിട്ട് പഠിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡോ മിക്സ്ചർ വാസ് ഡിസ്കവേർഡ് ബൈ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് പെത്തോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോഡോ മിക്സ്ചർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ആരാണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് കാണാം: EF സ്മിത്ത്, റോബർട്ട് ഹുക്ക്, ടിസ്ഡെയിൽ, മില്ലാർഡറ്റ്. അപ്പോ നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് വരുവാണെങ്കിൽ PMA മില്ലാഡറ്റ്, പിയറി മേരി അലക്സിസ് മില്ലാഡറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ആണ് ആദ്യമായിട്ട് ബോഡോ മിക്സ്ചർ കണ്ടുപിടിക്കുന്നത്. അത് നമ്മളെ ചരിത്രത്തിൽ, പ്ലാന്റ് പെത്തോളജിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കവറി ആയിരുന്നു ഇത്. ഫ്രാൻസിൽ ഈ ഒരു ഡൗണി മൈൽഡി ഓഫ് ഗ്രേപ്സിന്റെ കേസിൽ ഡൗണി മൈൽഡി വന്ന സമയത്ത് കണ്ടുപിടിച്ചൊരു മാനേജ്മെന്റ് മെഷർ ആയിരുന്നു ഈ ബോഡോ മിക്സ്ചർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ബാക്കി സയന്റിസ്റ്റുമാരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പ്ലാന്റ് പെത്തോളജിയിൽ നിന്നൂടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, 1885 ഫ്രാൻസിൽ ഈ ഒരു പ്ലാസ്മോപോര വിറ്റിക്കാള എന്നാണ് ഡൗണി മൈൽഡ്യൂ ഗ്രേപ്സ് കോസ് ചെയ്യുന്ന ഈ ഒരു പാത്തജന്റെ പേര്. ഇതിനെതിരെയാണ് നമ്മൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ബോഡോ മിക്സ്ചർ കണ്ടുപിടിച്ചത്. ബാക്കി സയന്റിസ്റ്റുമാരുടെ പ്രത്യേകതകൾ, അതായത് ഹിസ്റ്ററിയിൽ അവർക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, EF സ്മിത്ത് ആണ് ഫാദർ ഓഫ് ഫൈറ്റോ ബാക്ടീരിയോളജി എന്നറിയപ്പെടുന്നത്. അതായത് പ്ലാന്റ് ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നാണ് EF സ്മിത്ത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ഹുക്ക്
1665 അദ്ദേഹത്തിന്റെ ഒരു മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. അതിനകത്ത് അദ്ദേഹം ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത്, പക്ഷെ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ലിവിങ് സെൽ ആയിരുന്നില്ല, കോർക്ക് സെൽസ് ആയിരുന്നു, ഡെഡ് സെൽസ് ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ട് സെൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തം നടത്തിയത് റോബർട്ട് ബുക്കാണ്. പിന്നെ ടിസ്ഡെയിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആൽക്കൈൽ ഡൈത്തയോ കാർബമൈഡ്സ്, അതൊരു ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് ഫംഗിസൈഡ്സ് ആണ്. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ടിസ്ഡെയിൽ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തത് എ സിസ്റ്റമിക് ഫംഗിസൈഡ്. തന്നിരിക്കുന്നതിൽ ഏതാണ് സിസ്റ്റമിക് ഫംഗിസൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആൻസർ വരുന്നത് കാർബൻഡാസിം ആണ്, കാർബൻഡാസിം. അപ്പൊ ഈ സിസ്റ്റമിക് ഫംഗിസൈഡ് എന്താ, കോണ്ടാക്ട് ഫംഗിസൈഡ് എന്താ എന്നുള്ളത് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കോണ്ടാക്ട് ഫംഗിസൈഡ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് ഫംഗിസൈഡ്. അവരെന്താന്ന് വെച്ചാല് ദേ വിൽ ക്രിയേറ്റ് എ ഫിസിക്കൽ ബാരിയർ ഓൺ ദ പ്ലാന്റ് സർഫസ്. അത് നമ്മൾ എവിടെയാണോ അസുഖം ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് പ്ലാന്റ് സർഫസിൽ ഒരു ഫിസിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്ന കാരണം പാത്തജന് പിന്നീട് അതിനെ എഫക്ട് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു കോണ്ടാക്ട് ഫംഗിസൈഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻ മൂവ് ഇൻസൈഡ് ദ പ്ലാന്റ്. ഒരിക്കലും അതിന് ഒരു കോണ്ടാക്ട് ഫംഗിസൈഡിന് പ്ലാന്റിനകത്തൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് അതിന്റെ എഫക്ട് തീരുമ്പോൾ അറ്റാക്ക് വരും. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ അപ്പൊ നമ്മളത് റെഗുലർലി റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ ഫംഗിസൈഡ്, സൾഫർ ഫംഗിസൈഡ്, മെർക്കുറി ഫംഗിസൈഡ്. നമ്മൾ മുൻപ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന തുടക്കത്തിൽ ഈ ഒരു ഫംഗിസൈഡ്സിന്റെ ഒക്കെ ഡിസ്കവറിയുടെ തുടക്കത്തിൽ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നതെല്ലാം മെയിൻ ആയിട്ടും കോണ്ടാക്ട് ഫംഗിസൈഡ്സ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ സിസ്റ്റമിക് അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ഫംഗിസൈഡ്സ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് അപ്ലിക്കേഷനും പാത്തജൻ അഫക്ട് ചെയ്യുന്നതും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല. അതായത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും ഫംഗൽ പാത്തജനെ റിമോട്ട് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് സിസ്റ്റമിക് ഫംഗിസൈഡിനുണ്ട്. അതായത് അതിന് പ്ലാന്റിന് ഇൻസൈഡിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഇറാഡിക്കേറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇറാഡിക്കേറ്റ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫെക്ഷൻ. ഓൾറെഡി ഉള്ള ഒരു ഇൻഫെക്ഷനെ നന്നായിട്ട് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനും പറ്റും. പുതുതായിട്ട് ഉള്ള പ്ലാന്റ് പാർട്സിനെ പുതിയതായിട്ട് ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും പറ്റും. അപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മിക്ക ഫംഗിസൈഡ്സും സിസ്റ്റമിക് ഫംഗിസൈഡ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ബെൻസിമിഡാസോള്, തയാഫനേറ്റ്, ഓക്സാടൈൻസ് ഒക്കെ. നമ്മളത് പിന്നീട് പഠിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെക്ടർ ഓഫ് കസാവ മൊസൈക്ക് ഡിസീസ്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരച്ചീനിയിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വൈറസ് ഡിസീസ് ആണ് കസാവ മൊസൈക്ക് ഡിസീസ്. അതിന്റെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഒരു ഡിസീസ്. നമുക്ക് ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പൊ ഇതിന്റെ വെക്ടർ ആരാണ്? നമ്മൾ മിക്ക പ്ലാന്റ് വൈറസ് ഡിസീസിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെക്ടർ. എപ്പോഴും മിക്ക കേസിലും ഒരു വെക്ടർ, ഇൻസെക്ട് വെക്ടർ, മെയിനായിട്ടും ഇൻസെക്ട്സ് ആണ് ഉണ്ടാവാറ്, വെക്ടർ ആയിട്ട് ഉണ്ടാകും ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ. അപ്പൊ ഇതിനകത്ത് ഈ കസാവ മൊസൈക്ക് ഡിസീസിന്റെ വെക്ടർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ ആയിട്ട് വരുന്നത് വൈറ്റ് ഫ്ലൈ ആണ്. നമുക്കിത് അവിടെ ഫോട്ടോ കാണാൻ പറ്റും. ബെമീസിയ ടബാസി എന്ന് പറയുന്ന വൈറ്റ് ഫ്ലൈ ആണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസീസിന്റെ വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ ഒരു പിക്ചറിൽ ഈ ഒരു ഡിസീസ് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a total stem parasite? അതിന് ഓപ്ഷൻസ് വരുന്നത് എ ബ്രൂം റേപ്പ്, ബി വിച്ച് വീഡ്, സി ലൊറാന്തസ്, ഡി ഡോഡർ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡോഡർ അഥവാ കസ്ക്യൂട്ട. ഈ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് എന്നൊക്കെ പറയുന്നത് ഫെനറോഗമിക് പാരസൈറ്റ്സ് ആണ്. ഫെനറോഗമിക് പാരസൈറ്റ്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അത് എന്താന്ന് വെച്ചാൽ ദർ ആൻജിയോസ്പേംസ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ബട്ട് ദേ ആർ ആക്ടിങ് ആസ് എ പാരസൈറ്റ് ഓൺ അതർ പ്ലാന്റ്സ്. മറ്റ് പ്ലാന്റ്സ് അവർക്ക് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവില്ല. അവർ ബാക്കി പ്ലാന്റ്സിന്റെ മേലെ പാരസൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അങ്ങനെ അവർക്ക് അസുഖങ്ങൾ വരുത്തുന്ന ഒരു കൂട്ടം പാരസൈറ്റ്സ് ആണ് ഫെനറോഗമിക് പാരസൈറ്റ്സ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പലപ്പോഴും പല ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം എ ഫംഗസ് യൂസ്ഡ് ഇൻ ദ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പ്ലാന്റ് ഡിസീസ്. നമുക്കറിയാം പ്ലാന്റ് ഡിസീസസിനെ നമ്മൾ പല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൾച്ചറൽ മെത്തേഡ്സ് ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ്, ബയോളജിക്കൽ മെത്തേഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് പെട്ടതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു
ലിവിങ് ഓർഗാനിസം, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം കൊണ്ട് നമ്മളൊരു പ്ലാന്റ് ഡിസീസിനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് ആം, ആം, അതായത് നമ്മൾ കാണുന്ന ഓപ്ഷൻസ് പെട്ടതാണ് ഈ ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ്, ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആൻസർ വരുന്നത് ട്രൈക്കോഡെർമയാണ്. ഓപ്ഷൻ സി ട്രൈക്കോഡെർമ. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാനുള്ളത് കാരണം ഒരു കേസാണ് ഈ സ്യൂഡോമോണസ് ആണോ ട്രൈക്കോഡെർമയാണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. എപ്പോഴും ഓർക്കുക, ഇതിനകത്ത് ഫംഗസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നെയ്മെ ഫംഗസ് യൂസ്ഡ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ആൻസർ വരുന്നത് ട്രൈക്കോഡെർമയാണ്. അതേസമയം നെയ്മെ ബാക്ടീരിയ യൂസ്ഡ് ഇൻ ബയോ കൺട്രോൾ എന്നായിരുന്നെങ്കിൽ ഈ കേസിൽ നമുക്ക് വരുന്ന ആൻസർ സ്യൂഡോമോണസ് ആയിരുന്നു. അതെപ്പോഴും ഓർക്കേണ്ടതാണ്. നമുക്ക് കൺഫ്യൂഷൻ, നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമ്മൾ ഒരു ട്രൈക്കോഡെർമയുടെ പ്ലേറ്റ് ഞാൻ കാണിച്ചത്. ഇതിനകത്ത് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ട്രൈക്കോഡെർമയാണ്. അത് ഇപ്പുറത്തെ സൈഡിൽ കാണിക്കുന്നത് ഒരു പ്ലാന്റ് പാത്തജനിക് ഓർഗാനിസം ആണ്, നമ്മുടെ റൈസെപ്റ്റോമിയ സൊളാനിയാണ്. അതിന്റെ സ്ക്ലീറോഷിയാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരു ട്രൈക്കോഡെർമ ഉള്ള പ്ലേറ്റിൽ ഈ ഒരു റൈസെപ്റ്റോണിയക്ക് വളരാൻ സാധിക്കുന്നില്ല. ട്രൈക്കോഡെർമ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് അതിന്റെ പാത്തജൻ മാത്രമുള്ള ഒരു കൺട്രോൾ പ്ലേറ്റ് ആണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്, റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റും ട്രൈക്കോഡെർമയുടെ മാനേജ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, കോസൽ ഓർഗാനിസം ഓഫ് ഷീത്ത് ബ്ലൈറ്റ് ഓഫ് റൈസ്. നമുക്കറിയാം റൈസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടന്റ് ഡിസീസസ് ആണ് ഷീത്ത് ബ്ലൈറ്റ്. അതിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കോസൽ ഓർഗാനിസം ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റൈസെപ്റ്റോണിയ സൊളാനിയാണ്. ബാക്കി എല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, എല്ലാം തന്നെ റൈസിനെ ബാധിക്കുന്ന വേറെ ഡിസീസിന്റെ കോസൽ ഓർഗാനിസം ആണ്. അപ്പൊ നമുക്ക് ഇത് എപ്പോഴും നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അതായത് ഏതൊക്കെ അസുഖം ഏതൊക്കെയാണ് അതിന്റെ കോസൽ ഓർഗാനിസം എന്നുള്ള സയന്റിഫിക് നെയിം അടക്കം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസുകളാണ്. അപ്പൊ ഏതൊക്കെയാണ് ബാക്കി ഓർഗാനിസം കൂടെ ഞാനൊന്ന് പറയാം. സാറോക്ലാഡിയം റൈസെ മെയിൻ ആയിട്ടും ഷീത്ത് റോട്ട് ഓഫ് റൈസ് അങ്ങനെ ഒരു ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. അതുപോലെ ഡ്രക്സ്ലിയറ റൈസെ, ബ്രൗൺ ലീഫ് സ്പോട്ട് ഓഫ് റൈസ്, അതിന്റെ പഴയ പേരായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുക ഹെൽമിന്തോസ്പോറിയം റൈസെ എന്നായിരിക്കും. പുതിയ പേരാണ് ഡ്രക്സ്ലിയറ റൈസെ. അതുപോലെ ഓപ്ഷൻ ഡി വരുന്ന പൈറോക്ലിയറി ഒറൈസി എന്ന് പറയുന്നത് റൈസ് ബ്ലാസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് ഓഫ് പക്സീനിയ ഗ്രാമിനിസ് സ്ട്രിപ്റ്റിസി എന്ന് വെച്ചാൽ വീറ്റ്, ബ്ലാക്ക് സ്റ്റെം റെസ്റ്റ് ഓഫ് വീറ്റ് എന്നാണ് ഈ ഒരു ഡിസീസ്. ഇത് ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസിന്റെ പേരാ. ഡിസീസിന്റെ പേര് ബ്ലാക്ക് സ്റ്റെം റെസ്റ്റ് ഓഫ് വീറ്റ്. അതില് ആൾട്ടർനേറ്റ് ഹോസ്റ്റ് ആയിട്ട് വീറ്റ് അല്ലാണ്ട് മറ്റൊരു ഹോസ്റ്റും കൂടെ ഈ ഒരു പാത്തജൻ ഉണ്ട്. അതായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണിത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബാർബറി ആണ്. ഒരിക്കലും മാറിപ്പോകരുത്, ബിയും സിയും കൺഫ്യൂസിംഗ് ആണ്. ബാർബറി എന്നും ബാർലി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പക്ഷെ നമുക്കിത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഓപ്ഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദ വൈറൽ ഡിസീസ് ഓഫ് ബനാന. ബനാനയിൽ ഒരുപാട് ഫംഗസും ബാക്ടീരിയയും വൈറസും ഒക്കെ ഒരുപാട് ഡിസീസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബഞ്ചി ടോപ്പ്, ബനാന ബഞ്ചി ടോപ്പ് ഡിസീസ് വൈറസ് കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം എന്താണ്, അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ മോക്കോവിൽറ്റ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. കോസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് റാൽസ്റ്റോണിയ സൊളനേഷ്യാരം. അതുപോലെ പനാമ വിൽറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസേറിയം, അതായത് ഒരു ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്. അതിന്റെ പാത്തജന്റെ പേര് ഫിസേറിയം ഓക്സിസ്പോറം FSP ക്യൂബൻസ്. അതുപോലെ റൈസോം റോട്ട് മറ്റൊരു ബാക്ടീരിയ, അതൊരു കോംപ്ലക്സ് ഡിസീസ് ആണ്. രണ്ട് ഡിഫറെന്റ് ബാക്ടീരിയകൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അടുത്ത കോക്കനട്ടിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേരളത്തിലടക്കം ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഭയങ്കര നമുക്ക് മാനേജ്മെന്റ് മെഷർ പോലും മര്യാദക്ക് ഇല്ലാത്ത ഒരു ഡിസീസ് ആണ് റൂട്ട് വിൽറ്റ് ഡിസീസ്. അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? വൈറസ് ആണോ, ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, ഫൈറ്റോപ്ലാസ്മയാണോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിന് ആ ഒരു ഡിസീസിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫൈറ്റോപ്ലാസ്മയാണ്. ഇതൊരു ഫൈറ്റോപ്ലാസ്മൽ ഡിസോർഡർ ആണ്. നമുക്ക് ഇതുവരെ ഇതിന്റെ ഒരു കറക്റ്റ് മാനേജ്മെന്റ് മെഷർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മളിപ്പോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കൾച്ചറൽ മെത്തേഡ്സും ന്യൂട്രിയൻ മാനേജ്മെന്റ് ഒക്കെ വഴിയാണ്. ഇപ്പൊ നമുക്ക് ഒരു അപ് ടു എക്സ്റ്റെൻഡെങ്കിലും നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഒരു അക്യുറേറ്റ് ഒരു മാനേജ്മെന്റ് മെഷർ നമുക്ക് ഇതുവരെ നമ്മൾ ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ക്രസക് സിംറ്റം ഇൻ റൈസ് ഈസ് ഡ്യൂ ടു. ക്രസക് സിംറ്റം എന്ന് പറയുന്നത് റൈസിൽ ഒരു പർട്ടിക്കുലർ മേജർ ആയിട്ടുള്ള ഒരു ഡിസീസിന്റെ
ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സിംറ്റം ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ആണ്. അതിന്റെ പാത്തജൻ സാന്തമോണസ് ഒറൈസെ, പാത്തോവർ ഒറൈസെ. അതായത് ഈ കാണുന്ന ഒരു സിൽവർ ലൈനിങ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഗ്രീൻ ലീഫിൽ സിൽവർ ലൈനിങ്, ഈ ഒരു സിംറ്റത്തെയാണ് നമ്മൾ ക്രസന്റ് സിംറ്റം എന്ന് പറയുന്നത്. അത് ഈ ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റിന് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മാച്ച് ദ ഫോളോയിങ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, പിന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട്, അതായത് വൺ വേർഡ് ആൻസേഴ്സ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ ഇറങ്ങി ചെന്നിട്ടുള്ള, അതായത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് വൈറസുകളും അവരുടെ വെക്ടറുകളുടെ സയന്റിഫിക് നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്ന ഏതാന്ന് നോക്കാം. അതായത് എ മാച്ച് ചെയ്യുന്നത് 4 ആണ്. അതായത് സിട്രസ് ഡിസീസ വൈറസിന്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ടോക്സോപ്റ്റെറ സിട്രിസിഡ, അതായത് ബ്രൗൺ എഫിഡ്. അതുപോലെ തന്നെ പപ്പായ റിൻസ്പോട്ട് വൈറസിന്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രീൻ പീച്ച് അഫിഡ്, ദാറ്റ് ഇസ് മൈസസ് പെർസിക്കയാണ്. അതുപോലെ സിട്രസ് ഗ്രീനിങ് ഡിസീസിൻ്റെത് സിട്രസ് പില്ലിഡ്, അതായത് ഡയോഫോറിന സിട്രി. പിന്നെ പൈനാപ്പിൾ വീറ്റ് അസോസിയേറ്റഡ് വൈറസ്, അതിൻ്റെത് പൈനാപ്പിൾ മീലി ബഗ്, ഡിസ്മിക്കോക്കസ് ബ്രെവിപ്പസ്. ഈ ഒരു സയന്റിഫിക് നെയിമും കോമൺ നെയിമും എപ്പോഴും നമ്മൾ, അതുപോലെ ഏത് വൈറസിന്റെ വെക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ഫണ്ടമെന്റൽസ് ഓഫ് പ്ലാന്റ് പത്തോളജിയിൽ കുറച്ച് അധികം പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് പത്തോളജിയിൽ കുറച്ച് ആഴത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടോക്സിൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതാണ് റോങ് ആയിട്ടുള്ളത്, എല്ലാം കറക്റ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ടീ ടോക്സിൻ ഈസ് എ സെലക്ടീവ് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹെൽമിന്തോസ്പോറിയം മേഡിസ്. സ്റ്റേറ്റ്മെന്റ് 2, ഫിമാറിക് ആസിഡ് ഈസ് എ നോൺ സെലക്ടീവ് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ റൈസോപ്പസ് സ്പീഷീസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിനിയോൾ ഈസ് എ നോൺ സെലക്ടീവ് ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ സെറാറ്റോസിസ്റ്റിസ് അൾമി. ഇതിനകത്ത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3 റോങ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിയോൾ ഇസ് എ നോൺ സെലക്ടീവ് ടോക്സിൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, പക്ഷെ പ്രൊഡ്യൂസ്ഡ് ബൈ ആ ഓർഗാനിസത്തിന്റെ പേരാണ് തെറ്റ്. ഇതിനകത്ത് സെറാറ്റോസിസ്റ്റിസ് അൾമി എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ സിനിയോൾ എന്ന് പറയുന്നത് ഓൾട്ടർനേരിയ സ്പീഷീസിലും അതുപോലെ ഫോമ സ്പീഷീസിലൊക്കെ ഉള്ള ഫംഗസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ്. ഈ സെലക്ടീവ് ടോക്സിൻ, നോൺ സെലക്ടീവ് ടോക്സിൻ എന്ന് വെച്ചാൽ, സെലക്ടീവ് ടോക്സിൻ എന്ന് വെച്ചാൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ടോക്സിനുകളെയാണ് നമ്മൾ സെലക്ടീവ് ടോക്സിൻ എന്നറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ടീ ടോക്സിൻ. അതേസമയം നോൺ സെലക്ടീവ് ടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസെപ്റ്റബിൾ പാത്തജൻസ് അല്ലാതെ സെലക്ടീവ് ആയിരിക്കില്ല. ഈ ഒരു പാത്തജന്റെ കേസിൽ, ഹോസ്റ്റിന്റെ കേസിൽ സെലക്ടീവ് ആയിരിക്കില്ല ഈ ഒരു പർട്ടിക്കുലർ ടോക്സിൻ. അപ്പൊ അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇനിയുള്ള എക്സാംസിലും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്ലിക്കേഷൻ ഓഫ് sawdust or paddy husk at 500 gram per plant in Bindi is useful against. ഇത് POP-യിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നെമറ്റോഡ്സ് ആണ്. നമ്മൾ പൊതുവെ ഈ ഒരു മാനേജ്മെന്റ് മെഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 1 week ബിഫോർ പ്ലാന്റിംഗ് ആണ്. നമ്മൾ ബേസിനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡെയിലി വാട്ടർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ബിന്ദി നടുന്നത്. ഒരു സമ്മർ സീസണിലൊക്കെ നമ്മൾ സോ ചെയ്യുകയാണെങ്കിൽ അപ് ടു 75 ഡേയ്സ് വരെ നമുക്ക് നെമറ്റോഡ്സിൽ നിന്നൊക്കെ ഉള്ള നല്ലൊരു മാനേജ്മെന്റ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സിമുലേഷൻ മോഡൽ ഫോർ പ്ലാന്റ് ഡിസീസ് ഓഫ് റൈസ്. നമ്മൾ പ്ലാന്റ് പത്തോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതുതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി ഡിസീസ് ഫോർകാസ്റ്റിംഗ്. പുതുതായിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഡിസീസ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ അതിന് കുറെ മോഡൽസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡൽസ് ഉണ്ട്. അതിനകത്ത് ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, എപ്പിബ്ലാസ്റ്റ് ആണ്.
ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുക്കും. അതിനകത്ത് മേജർ ആയിട്ടുള്ള മോഡൽസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡൽസിന്റെ പേരും അത് ഏത് ക്രോപ്പിലാണ്, ഏത് ഡിസീസിനെതിരാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ജീൻസ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് വീറ്റ് ബ്ലാസ്റ്റ് ഡിസീസ്. നമ്മൾ പ്ലാന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ടെക്നോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് ഡിഫൻസിനെ കുറിച്ച് പഠിക്കും. അപ്പൊ അതിനകത്ത് പറയുന്നതാണ് പ്ലാന്റ് ഡിഫൻസ് ജീൻസും കാര്യങ്ങളൊക്കെ. അതിനകത്ത് നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് RMG8 എന്നാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. വീറ്റ് ബ്ലാസ്റ്റ് ഡിസീസിന്റെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീനിന്റെ പേര്. അപ്പോ ഇതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PI36 ഇസ് ദ റെസിസ്റ്റൻസ് ജീൻ ഫോർ റൈസ് ബ്ലാസ്റ്റ്. അതുപോലെ SR35 വീറ്റിലെ സ്റ്റെം റസ്റ്റ് റെസിസ്റ്റൻസ് ജീനാണ്. UG99 ആ ഒരു ഇതിൽ പെടുന്നത്. പിന്നെ അതുപോലെ BSR1 എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം റെസിസ്റ്റൻസ് ജീനാണ്. മെയിൻ ആയിട്ട് നമ്മൾ റൈസിലാണ് ഈ ഒരു മോഡൽ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, എ ഡിസീസ് ഹാവിംഗ് ഡൊമസ്റ്റിക് ക്വാറന്റൈൻ റെഗുലേഷൻ ഇൻ ഇന്ത്യ. ഇത് നമുക്ക് പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ നമുക്ക് മെയിൻ ആയിട്ട് ആൻസർ വരുന്നത് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ക്വാറന്റൈൻ, എന്താണ് ഈ ഡൊമസ്റ്റിക് ക്വാറന്റൈൻ? നമ്മുടെ ഈ റെഗുലേറ്ററി മെത്തേഡ് ഓഫ് പ്ലാന്റ് ഡിസീസ് കൺട്രോൾ വരുന്നതാണ് ക്വാറന്റൈൻ മെത്തേഡ്. അതായത് അതുവരെ ഇല്ലാത്ത ഒരു പെസ്റ്റോ ഒരു ഡിസീസോ പുതുതായിട്ട് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക്, മറ്റൊരു ഏരിയയിൽ നിന്ന്, ഓൾറെഡി ഉള്ള ഏരിയയിൽ നിന്ന് പുതുതായിട്ടൊരു ഏരിയയിലേക്ക് വരുന്നു. ആ ഒരു അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. സം റെഗുലേഷൻസ്, ലോസ് ആൻഡ് റെഗുലേഷൻസ്. ആ ഒരു ഇതിനെയാണ് നമ്മൾ റെഗുലേറ്ററി മെത്തേഡ് ഓഫ് പ്ലാന്റ് ഡിസീസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനകത്ത് പെട്ടതാണ് ഈ ക്വാറന്റൈൻ. അത് തന്നെ ഡൊമസ്റ്റിക് ക്വാറന്റൈൻ ഉണ്ട്, ഇന്റർനാഷണൽ ക്വാറന്റൈൻ ഉണ്ട്. ഡൊമസ്റ്റിക് ക്വാറന്റൈൻ എന്ന് വെച്ചാൽ വിത്തിൻ ദ കൺട്രി ഓർ വിത്തിൻ ദ സ്റ്റേറ്റ് നമുക്ക് മൂവ്മെന്റിനുള്ള റെസ്ട്രിക്ഷൻസ്. അതേസമയം ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ കൺട്രീസ്, വിത്തിൻ ദ കൺട്രി അല്ല, ബിറ്റ്വീൻ ദ കൺട്രീസ് ഉള്ള റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഡിപ്പ എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട് 1914 പുറത്തിറക്കിയ ഈ ഒരു ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ക്വാറന്റൈൻ മെഷേഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് ക്വാറന്റൈൻ നമുക്ക് 9 ഇൻവേസീവ് പെസ്റ്റിലാണ് മെയിൻ ആയിട്ടും ഇന്റർ സ്റ്റേറ്റ് മൂവ്മെന്റ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഫ്ലൂട്ട് സ്കെയില്, സാൻജോ സ്കെയില്, കോഫി ബെറി ബോറർ, കോഡലിംഗ് മോത്ത്, ഇതെല്ലാം മെയിൻ ആയിട്ടും നമുക്ക് ഇൻസെക്ട്സ് ആണ്. പിന്നെ ഉള്ളത് ബനാന ബഞ്ചി ടോപ്പും ബനാന മൊസൈക്ക് വൈറസ് ഉണ്ട്, ബനാന ബ്രാക്ട് മൊസൈക്ക് വൈറസ്. ഇതിലാണ് മെയിൻ ആയിട്ട് വരുന്ന 2 ഡിസീസ്. പിന്നെ പൊട്ടാറ്റോ വാർത്ത, ആപ്പിൾ സ്കാബ്, അതൊക്കെ ഡിസീസ്. പിന്നെ ഒരു നെമറ്റോഡും കൂടെ ഉണ്ട്, പൊട്ടാറ്റോ സിസ്റ്റ് നെമറ്റോഡ്. ഓക്കെ, ഈ ഒരു ഡൊമസ്റ്റിക് ക്വാറന്റൈൻ്റെ കാര്യം പലപ്പോഴായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഡിസ്കവേർഡ് ട്രയാസോൾ ഫംഗിസൈഡ് ഏതാണെന്ന് പറഞ്ഞു. അപ്പോ ട്രയാസോൾ ഫംഗിസൈഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഹെക്സാകൊനസോൾ, പ്രൊപ്പിക്കനസോൾ, ടെബുകൊനസോൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്തെ ട്രയാഡിമിഫോണ്, അങ്ങനത്തെ കുറച്ച് കാര്യം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഡിസ്കവേർഡ് ഏതായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ട്രയാഡിമിഫോൺ ആണ്. അപ്പൊ അത് ആദ്യമായിട്ട് 1976 ബെയർ ഗ്രൂപ്പ് ഓഫ് ഫംഗിസൈഡ്സ് ഉണ്ടല്ലോ, 1976 അവരാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗിസൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോക്കനട്ട് വെറൈറ്റി ഹാവിംഗ് റെസിസ്റ്റൻസ് ടു റൂട്ട് വിൽറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് വിൽറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല പല സ്റ്റേറ്റ്സിലും കോക്കനട്ടിനെ വളരെ മാരകമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതിന് റെസിസ്റ്റൻസ് ഉള്ള ഒരു വെറൈറ്റി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കൽപ്പശ്രീ ആണ്. കൽപ്പശ്രീ, ഓപ്ഷൻ സി, കൽപ്പശ്രീ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ICAR CPCRI, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ് ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇത് ഈ ഒരു വെറൈറ്റി റിലീസ് ആയിട്ടുള്ളത്. ഇതുപോലെ റെസിസ്റ്റൻസ് ടു റൂട്ട് വിൽറ്റ് ആ ഒരു ക്യാരക്ടറുള്ള വേറെ കുറച്ച് വെറൈറ്റീസും കൂടെ ഉണ്ട്. അവരുടെ പാരന്റേജും കൂടെ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൽപ്പശ്രീ പോലെ കൽപ്പരക്ഷയോ കൽപ്പശങ്കരയോ ഈ 2 ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ 3 പേര് ഒന്ന് ഓർത്തിരിക്കുക, കൽപ്പരക്ഷ, കൽപ്പശ്രീ, കൽപ്പശങ്കര. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫൈറ്റോ അലക്സിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ കൗപ്പി. അതായത് പ്ലാന്റ് ഡിസീസ് നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ഡിഫൻസിൽ മെയിൻ ആയിട്ടും വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫൈറ്റോ അലക്സിൻ. അത് ഈ ഒരു പ്ലാന്റ് ഡിസീസിനെ തടയാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ആണ്, ഹോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് കൗപ്പി എന്ന് പറയുന്ന
പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഫൈറ്റോഅലക്സിൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റിഷിറ്റിൻ ആണ്. റിഷിറ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെസ്ക്യൂ ടെർപ്പിനോയിഡ് ഫൈറ്റോഅലക്സിൻ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും സൊളനേഷ്യസ് ക്രോപ്സ് ആണ്. പൊട്ടാറ്റോ, ടൊമാറ്റോ പോലെയുള്ള സൊളനേഷ്യസ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫൈറ്റോഅലക്സിൻ ആണ് റിഷിറ്റിൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൗപ്പി പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് ആൻസർ ആയിട്ട് നമുക്ക് റിഷിറ്റിൻ വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. പ്രിക്കോസർ ഓഫ് സാലിസിലിക് ആസിഡ് ഇൻ SAR. SAR മീൻസ് സിസ്റ്റമിക്കലി അക്വേർഡ് റെസിസ്റ്റൻസ്. അപ്പോ ഈ ഒരു സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് SARൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രിക്കോസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് ഡീപ്പർ ലെവലിൽ പഠിച്ചാലാണ് നമുക്ക് ഇതൊരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കോറിസ്മേറ്റ് ആണ്. നമ്മൾ ഈ ഒരു സാലിസിലിക് ആസിഡ് മെയിൻ ആയിട്ടും ഡിഫറെന്റ് പാത്വേസിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രിക്കോസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു കോറിസ്മേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ 20 ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആദ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ ബേസിക് അല്ലെങ്കിൽ അധികം കോംപ്ലക്സിറ്റി ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2021 പേപ്പറിൽ വന്നതൊക്കെ. അതേസമയം 24 പേപ്പർ ആയപ്പോഴേക്കും ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കുറച്ച് കൂടി. അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ കൂടുന്തോറും ക്വസ്റ്റ്യന്റെ ലെവലും കൂടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷനും നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എക്സാമൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്ത് നമുക്ക് ഈ ഒരു റാങ്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.